നീ എന്തിനാണ് വിളിപ്പിച്ചത്? ആദ്യം കുടിച്ചീരട്ടെ എന്നിട്ട് പറയാം. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര വലിയ ആൽക്കഹോളിക് ഒന്നും ആയിട്ടില്ല. നീ കാര്യം പറ. എനിക്കും നിനക്കും ആഘോഷിക്കാൻ വർഷത്തിൽ വരുന്ന ഒരേ ഒരു ദിവസമാണ് നാളെ. ശരി, ആഘോഷിച്ചോളാം. പിന്നെ പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മുടെ അച്ഛൻ. എന്നിട്ട് സ്വപ്നത്തിൽ അയാൾ നിന്നെ കൊന്നോ? ഗൗതം, ശത്രുക്കൾ സ്വപ്നത്തിൽ വന്ന് പേടിപ്പിക്കും. അത് പതിവാ. അമ്മയെ പ്രാർത്ഥിച്ച് കിടക്കണം, പിന്നെ അയാൾ പേടിപ്പിക്കില്ല. നീ ചെല്ല്. ഏയ് മറക്കണ്ട, നാളെ ബർത്ത്ഡേയാ. അങ്ങനെ നമ്മുടെ 29 വയസ്സും പറന്നുപോയി. ഇനി 30. അതെ, 30-ൽ മംഗല്യമെന്നാ അങ്ങനെ പ്രമാണം. ഞാൻ കേട്ടിട്ടില്ല. അല്ല, താല്പര്യമില്ലാത്തവർക്ക് വേണ്ട എന്നും പ്രമാണത്തിലുണ്ട്. കൽക്കട്ടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ. ഗൗതം കൽക്കണ്ടമാണോ? ആണെന്ന് തന്നെ വെച്ചോ. ഏയ്, അല്ല, ഗൗതത്തിന് പറ്റിയ വല്ല ലേഡി ടാർസനും ആയിരിക്കോ? തന്റെ പെണ്ണിന്റെ കാര്യമല്ല പറഞ്ഞത്. അയ്യോ, നിന്നെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അയ്യോ സോറി. സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവളൊരു ചെറിയ ലേഡി ഫാൻഡോ ദേ, കണ്ടോ? നീ ഒരുമാതിരി ചീപ്പ് സസ്പെൻസ് ഉണ്ടാക്കാതെ ആളാണെന്ന് പറ. ഇത് വലിയ ട്രച്ചുകിടെ ആയല്ലോ മാഡം. പേര് മാത്രം ഞാൻ. Attention everybody. Ready? 1, 2, 3 announce. അമലേന്ദു. അമലേന്ദു പേര് കേട്ടിട്ട് ഒരു അങ്ങാടി മരുന്നിന്റെ ചുവയുണ്ടല്ലോ. വല്ല വൈദ്യന്റെ മോളാണോ? ബംഗാളിയാണോ? അല്ല, മലയാളിയാ. അമലേന്ദു. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. Yeah, I got it. 1994 Himalayan car rally winner Amalendu, Miss Superfast. Yeah! നോ, ഇത് ശരിയാവുന്ന കേസല്ല. ഭർത്താവ് അങ്ങ് മലയിലും ഭാര്യ കാറിലും. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? നിനക്ക് സ്വപ്നം കൂടി കാണാൻ പറ്റാത്ത പെണ്ണ്. എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന പെണ്ണ് മതി. ഈ ആണുങ്ങളുടെ ഈഗോ അങ്ങ് മാറ്റിവെക്ക്. ഗൗതം അമലേന്ദു നല്ല കോമ്പിറ്റന്റ് ടീമാ. ഒരാൾ മൗണ്ടനിയറിംഗിലൂടെ, മറ്റേ കാർ റാലിയിലൂടെ. രണ്ടുപേരും ഹിമാലയം കീഴടക്കി വരാം. എന്താ? ഫോർ യുവർ ഇൻഫർമേഷൻ ബ്രദർ, അടുത്ത കാർ റാലിയുടെ ട്രയൽ റണ്ണിന് വേണ്ടി അമലേന്ദു നാളെ ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഈ വരവ് നിന്നെ കാണാൻ കൂടി വേണ്ടിയാ. അപ്പോ ആണ് കാണൽ ചടങ്ങാണ്. മണി 11:30. നീയൊക്കെ പറഞ്ഞിട്ടാ ഈ പെണ്ണ് കാണൽ ചടങ്ങ് കൊണ്ടുവന്ന് പെരുവഴിയിൽ വെച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഫോർമാലിറ്റി ഒഴിവാക്കാന്ന് കരുതിയാണ് സാബ് ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ്. അത് 11 മണിന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിരുന്നതാ. ഇനി അവരുടെ വാച്ചെങ്ങാനും കേടായി കാണുമോ എന്നുള്ളതാ എന്റെ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഹിമാലയൻ റാലി കോതയോട് പറഞ്ഞേക്ക് ഞാൻ അവളുടെ നാവിഗേറ്റർ അല്ലെന്ന്. വെയിറ്റ് ചെയ്യാൻ. അല്ല മാഡം, ഹിൽ ട്രാഫിക്കിന്റെ കാര്യമല്ലേ? എന്തെങ്കിലും അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന. ഇനി കമലേന്ദുവിന്റെ ഡേറ്റ് മാറിപ്പോയതായിരിക്കും. കമലേന്ദു അല്ല, അമലേന്ദു. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. സോറി, എനിക്കൊന്ന് 2 ഫോൺ കോൾ ചെയ്യാനുണ്ടായിരുന്നു. എവിടെ മിസ്റ്റർ ഗൗതം? അത് പിന്നെ ഗൗതം സാബ് വളരെ പങ്ക്ച്വലാണ് മാഡം. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മാഡത്തിനെ കാണാത്ത ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല പോയത്. മാഡത്തിനെ കുറ്റപ്പെടുത്തിയതുമില്ല. നല്ല ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. മനസ്സിലായി. ഒരു 30 മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ മനസ്സില്ലാത്ത ആളുമായി ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ഉള്ളിൽ സ്നേഹവും പുറത്ത് അഗ്നിപർവ്വതമാണ് സാബ്. അല്ല മാഡം, മാഡം സാബിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുമില്ല. സാബിനോട് പറഞ്ഞേക്ക് ആണുങ്ങളുടെ ഈ സൈക്കോളജിക്കൽ ഡോമിനേഷൻ എന്നോട് വേണ്ടാന്ന്. ഇത് സാബിന് കൊടുത്താ മതി. വായിക്ക്. You stupid idiotic steel man. നിൽക്കുന്നു.
സ്റ്റീലാണല്ലേ? ഈ പിടി വിട്ടാൽ 1000 അടി താഴെ കൊക്കയിൽ നിന്റെ ഫ്യൂൽ ഒഴുകും. എന്താ കാണണോ? വേണ്ട. ചവിട്ട് നിന്റെ ആക്സിലറേറ്ററിൽ മതി, ഗൗതത്തിന്റെ മുഖത്ത് വേണ്ട. നീ പറഞ്ഞ ബാഡ് ഇൻഫൻസിയുടെ തനി കൊണവായത് മനസ്സിലായല്ലോ? ഗൗതം, അല്പക്കൂടി വെയിറ്റ് ചെയ്ത് നോക്കിയാലോ? അവരുടെ തീരുമാനത്തിന് വല്ല മാറ്റവും? ഒറ്റ വീക്ക്. വേണ്ട, വേണ്ട, വിട്ടോ വിട്ടോ. Hey, Steel! I love you! അത് ശരി. ഗൗതം ഓൾസോ ലവ്സ് യു. Gautam Krishna? Nobody's here. Hi, Sab. Steel. Adi. ഗംഗേ, Thank you. നിന്നെ ഞാൻ ഈ സ്റ്റീലിന്റെ ടെമ്പർ മാറ്റി സോബർ ആയില്ലെങ്കിൽ ഇതിന്റെ 1000 പ്രിന്റ് അടിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുവൻ ഞാൻ വിതറും. ബൈ. ഷീല, ഡിഫൻസും BSFും ഒന്നും അറിയരുത്. ഈ ഓപ്പറേഷന് ഗൗതം കൃഷ്ണ മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ തന്നെ മതി. ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കില്ല. സ്റ്റീഫൻ, അവനോട് ആദ്യം നല്ല ഭാഷയിൽ പറഞ്ഞു നോക്ക്. ആ ഭാഷ സ്റ്റീഫന് നല്ലോണം അറിയാലോ. താൻ ഒറ്റയ്ക്ക് പോയാൽ മതി. Namaste, Ma'am Saab. ഇരിക്കൂ. Thank you. Customs Officer Miss Ganga Menon. യെസ്, I am Stephen Fernandez. കേട്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ വിസാറ്റ് സ്റ്റീഫൻ ഫെർണാണ്ടസ്. Thanks for the compliments. Mr. Gautam Krishna? ഈസ് മൈ ബ്രദർ. അറിയാം. നിങ്ങൾ രണ്ടുപേരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. സോറി, ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് ടു ഡു. എനിക്ക് അല്പം ധൃതിയുണ്ട്. Okay. Let me come to the point. I want to meet your brother, Mr. Gautam Krishna. അവനിവിടെ ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. കാക്കിക്കുപ്പായത്തിനുള്ളിലെ വീർപ്പുമുട്ടലും ഹൈലി റിസ്കിയായ ജോലിയും വിവാഹം കഴിക്കാനിരുന്ന ആളുടെ മരണവും മിസ് ഗംഗയെ വളരെ ടഫാക്കിയിരിക്കുന്നു. മിസ്റ്റർ ഗൗതമിനെ ഞാൻ അവിടെ പോയി കണ്ടോളാം. ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ, എവിടെയാണെങ്കിലും ഞാൻ എത്തും. ആസ് എ പൊളിറ്റീഷ്യൻ ഐ ആം വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അണ്ടർവേൾഡുമായി ഏറ്റുമുട്ടാൻ മിസ് ഗംഗ കാണിച്ച ധൈര്യം
It was really great. I am proud of you, but you have to be very careful. ബോംബെയിലെ പ്രിൻസുമാരുടെ ചില പാലസുകളിൽ ഞാൻ മിസ് ഗംഗയുടെ പേര് കേട്ടു തുടങ്ങി. പക്ഷെ അത് മുഴങ്ങി തുടങ്ങിയിട്ടില്ല. ഗംഗയുടെ ശബ്ദം കേട്ട് ഡൽഹിയും ഗോവയും നടുങ്ങണം. വരട്ടെ.